നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില നിമിഷങ്ങളുണ്ടാവാറില്ലേ? ഉള്ളിലെ ആ നിർത്താതെയുള്ള സംസാരം പെട്ടെന്നൊന്ന് നിലച്ച് പൂർണ്ണമായൊരു നിശബ്ദത വന്നു നിറയുന്ന നിമിഷങ്ങൾ. ആ ഒരൊറ്റ നിമിഷത്തിൽ ഭാവിയുമില്ല, ഭൂതകാലവുമില്ല, ആശങ്കകളോ പദ്ധതികളോ ഒന്നുമില്ല, ശുദ്ധമായൊരു ശാന്തത മാത്രം, അല്ലേ? അത്തരം നിമിഷങ്ങൾ വളരെ കുറവായിരിക്കാം, പക്ഷെ അവ നമ്മളെ എന്തോ ഒരു വലിയ സത്യത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഇനിയൊന്ന് ചിന്തിച്ചു നോക്കൂ. ഈ പ്രപഞ്ചത്തിലെ എന്തിനേയും, അതിങ്ങനെ തുടർച്ചയായി ചലിച്ചുകൊണ്ടിരിക്കുന്ന എന്തിനേയും ഒരു നിമിഷത്തേക്ക് പിടിച്ചു നിർത്താൻ കഴിവുള്ളൊരു ശക്തിയുണ്ടെങ്കിലോ? ആഞ്ഞടിക്കുന്ന തിരമാലകളെ, വീശുന്ന കാറ്റിനെ, നമ്മുടെ ചിന്തകളുടെ പ്രവാഹത്തെ വരെ ഒരൊറ്റ നിമിഷം നിശ്ചലമാക്കാൻ കഴിവുള്ളൊരു ഊർജം. അതൊരു പേടിപ്പെടുത്തുന്ന സ്തംഭനമല്ല, മറിച്ച് എല്ലാത്തിനെയും അതിന്റെ ഉറവിടത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്ന ഒരുതരം പ്രശാന്തമായ നിശ്ചലതയാണ്. ഒരുപക്ഷേ അതിമനോഹരമായ ഒരു സൂര്യോദയം കാണുമ്പോൾ, അല്ലെങ്കിൽ ഹൃദയത്തിൽ തൊടുന്ന ഒരു സംഗീതം കേൾക്കുമ്പോൾ നമുക്ക് ആ അനുഭവമുണ്ടായിട്ടുണ്ടാവാം. ആ ഒരു നിമിഷം ലോകം മുഴുവൻ നിശ്ചലമായതുപോലെ, അല്ലേ? നമ്മൾ ഈ സംസാരിക്കുന്ന ആ വലിയ ശക്തിയുടെ ഒരു ചെറിയ അംശമാണ് ആ നിമിഷങ്ങളിൽ നമ്മൾ അനുഭവിക്കുന്നത്. അപ്പോ ആ അനുഭവത്തെ, ആ നിശ്ചലതയെ നമുക്ക് കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കാം. പുരാതനമായ ഒരു ഗ്രന്ഥത്തില് ഈ ശക്തിയെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. ഇവിടെ ബഗള എന്നൊരു പേര് ശ്രദ്ധിച്ചോ? പ്രപഞ്ചത്തിലെ ചെറുതും വലുതുമായ എന്തിനേയും, ഒരു ആറ്റത്തിന്റെ ചലനം മുതൽ ഒരു ഗാലക്സിയുടെ കറക്കം വരെ എല്ലാത്തിനെയും നിർത്താനുള്ള കഴിവിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇതൊരു നശിപ്പിക്കുന്ന ശക്തിയല്ല, മറിച്ച് എല്ലാ ചലനങ്ങൾക്കും പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ആ നിശ്ചലമായ സത്യത്തെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നൊരു ശക്തിയാണ്. അതാണ് അവളുടെ ഒരേയൊരു മഹാശക്തി. അപ്പൊ ശരിക്കും എന്താണീ ശക്തി? പുറമേയുള്ള ലോകത്തെ മാത്രമല്ല, നമ്മുടെ ഉള്ളിലെ ലോകത്തെ, നമ്മുടെ മനസ്സിന്റെ ആ അടങ്ങാത്ത ഓട്ടത്തെ നിശ്ചലമാക്കാൻ ഇതിനെങ്ങനെയാണ് സാധിക്കുന്നത്? ഈ ശക്തിയെ അറിയുന്നതിലൂടെ നമുക്കെന്താണ് നേടാനാവുക? ഈ ചോദ്യങ്ങളിലൂടെയാണ് നമ്മളിന്ന് യാത്ര ചെയ്യുന്നത്. അപ്പോ എന്താണ് ഈ പെട്ടെന്നുണ്ടാകുന്ന നിശ്ചലതയുടെ ശക്തി? ഈ സ്തംഭിച്ചു പോവുക എന്നതുകൊണ്ട് ശരിക്കും എന്താണ് അർത്ഥമാക്കുന്നത്? ഇതിന്റെ യഥാർത്ഥ അർത്ഥം കണ്ടെത്താൻ നമുക്ക് പുരാതനമായ ഒരു ജ്ഞാന പാരമ്പര്യത്തിലേക്ക് കടന്നു ചെല്ലാം. സ്തംഭിച്ചു പോവുക എന്നത് കേവലമൊരു നിസ്സഹായ അവസ്ഥയല്ല, മറിച്ച് നമ്മുടെ സാധാരണ ചിന്തകൾക്കും പ്രതികരണങ്ങൾക്കും അപ്പുറത്തേക്ക് പോകാനുള്ള ഒരു വാതിലാണിത്. ഈ ശക്തിക്ക് ഒരു പേരുണ്ട്, ഒരു രൂപമുണ്ട്: ബഗളാമുഖി. ആ പേരിന് വളരെ ആഴത്തിലുള്ളൊരർത്ഥമുണ്ട്. ബഗള എന്ന് പറഞ്ഞാൽ കയർ അല്ലെങ്കിൽ കടിഞ്ഞാൺ, മുഖി എന്നാൽ മുഖമുള്ളവൾ. അപ്പോ ആരാണ് ബഗളാമുഖി? കടിഞ്ഞാൺ മുഖമുള്ളവൾ. എന്തിനാണ് കടിഞ്ഞാൺ? കുതിരയെ നിയന്ത്രിക്കാൻ. ഇവിടെ ആ കുതിര നമ്മുടെ നിയന്ത്രണമില്ലാത്ത മനസ്സാണ്. നമ്മുടെ ചിന്തകൾ, വാക്കുകൾ, വികാരങ്ങൾ, ഇതിനെയെല്ലാം നിയന്ത്രിക്കാൻ കഴിവുള്ള ശക്തിയുടെ പ്രതീകമാണ് ബഗളാമുഖി. ഇതൊരു വല്ലാത്ത വശീകരണ ശക്തിയാണ്. ഒരു ഹിപ്നോട്ടിക് പവർ എന്നൊക്കെ പറയില്ലേ, അതുപോലെ. ഉദാഹരണത്തിന്, അതിസുന്ദരിയായൊരു സ്ത്രീയെ കാണുമ്പോൾ ഒരാൾക്ക് വാക്കുകൾ കിട്ടാതെ ശ്വാസം നിലച്ച് സ്തംഭിച്ചു പോകുന്നതുപോലെയൊരു ശക്തി. ഇത് വെറുമൊരു ഭൗതികമായ ആകർഷണമല്ല, സത്യത്തിന്റെയോ സൗന്ദര്യത്തിന്റെയോ തീവ്രമായൊരു വെളിപാട് നമ്മുടെ അഹന്തയെ ഒരു നിമിഷത്തേക്ക് നിശബ്ദമാക്കുന്നതിന് തുല്യമാണിത്. ആ നിമിഷം നമ്മുടെ ആ പഴയ ഞാൻ അപ്രത്യക്ഷനാകുന്നു. പക്ഷേ ഈ ശക്തിയുടെ യഥാർത്ഥ ഉപയോഗം നമ്മുടെ പുറമേയുള്ള കാര്യങ്ങൾ നിർത്താൻ മാത്രമാണോ, അതോ നമ്മുടെ ഉള്ളിലെ ബഹളങ്ങളെ നിർത്താനാണോ? പുറത്തെ കോലാഹലങ്ങളെക്കാൾ എത്രയോ വലുതല്ലേ നമ്മുടെ ഉള്ളിലെ കോലാഹലങ്ങൾ? അപ്പോ നിർത്താതെ സംസാരിക്കുന്ന, പേടിക്കുന്ന, വിമർശിക്കുന്ന നമ്മുടെ മനസ്സിനെ നിർത്തുക എന്നതായിരിക്കുമോ ഇതിന്റെ ആത്യന്തികമായ ലക്ഷ്യം? നമുക്ക് ഈ ശക്തിയുടെ ആദ്യത്തെ തലത്തിലേക്ക് കടക്കാം. വാക്കിന്റെ ദേവി നിശബ്ദതയിൽ ശക്തി കണ്ടെത്തുന്നു. അതെ, എല്ലാത്തിനെയും നിർത്തുന്ന ഈ ദേവി വാക്കിന്റെ ദേവി കൂടിയാണ്. പക്ഷേ ഇവിടെ ഒരു ചെറിയ ട്വിസ്റ്റുണ്ട്. അവൾ കൂടുതൽ വാക്കുകൾ തരുന്ന ദേവിയല്ല, മറിച്ച് എല്ലാ വാക്കുകളെയും ഇല്ലാതാക്കുന്ന ആഴത്തിലുള്ള ഒരു സത്യത്തിന്റെ ഉറവിടമാണ്. അവളുടെ സംസാരത്തിന്റെ ശക്തി എന്താണെന്ന് വെച്ചാൽ, എല്ലാ തർക്കങ്ങളെയും ആശയക്കുഴപ്പങ്ങളെയും ഒരൊറ്റ സത്യം കൊണ്ട് അവസാനിപ്പിക്കാനുള്ള കഴിവാണ്. ഇപ്പോൾ ഒരു ചർച്ച നടക്കുകയാണെന്ന് വെക്കാം. ഒരുപാട് പേര് തർക്കിക്കുന്നു. അപ്പോൾ ഒരാൾ ഒരു വാക്ക് പറയുന്നു, അതോടെ എല്ലാവരും നിശബ്ദരാവുന്നു. ആ ഒരു വാക്കാണ് ബഗളയുടെ ശക്തി. അതുപോലെ നമ്മുടെ ഉള്ളിലെ ആയിരക്കണക്കിന് തർക്കങ്ങളെ നിശബ്ദമാക്കാൻ കഴിവുള്ള ഒരു പരമമായ വാക്ക്, ഒരു സത്യം അവള് നമുക്ക് നൽകുന്നു. അതുകൊണ്ട് തന്നെ ആർക്കും അവളെ പരാജയപ്പെടുത്താൻ കഴിയില്ല. എന്തുകൊണ്ടാണെന്നറിയോ? കാരണം ഈ ശക്തി വരുന്നത് അഹങ്കാരത്തിൽ നിന്നല്ല, അത് വരുന്നത് ആത്മാവിന്റെ സത്യത്തിൽ നിന്നാണ്. നമ്മുടെ ഒക്കെയുള്ളിലുള്ള ആ പരമമായ സത്യത്തിൽ നിന്ന്. സത്യത്തിന് എതിരാളികളില്ലല്ലോ. അതുകൊണ്ടാണ് ആ സത്യം വെളിപ്പെടുമ്പോൾ മറ്റെല്ലാ വാദങ്ങളും നിശബ്ദമായി പോകുന്നത്.
ഈ സത്യം പ്രകടിപ്പിക്കാൻ ഒരു പരമമായ ആയുധമുണ്ട്. പരമമായ ആയുധം ഞാൻ ആരാണ്. നമ്മളെല്ലാവരും ബ്രഹ്മാസ്ത്രത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, അല്ലേ? പക്ഷെ ഇവിടുത്തെ ബ്രഹ്മാസ്ത്രം ഒരു ഭൗതികായുധമല്ല. ഇതൊരു ജ്ഞാനത്തിന്റെ ആയുധമാണ്. ഇത് ശത്രുവിനെ നശിപ്പിക്കുന്നില്ല, മറിച്ച് ശത്രുവെന്നത് ഒരു തോന്നൽ മാത്രമായിരുന്നു എന്ന് നമുക്ക് കാണിച്ചു തരുന്നു. ആ ബ്രഹ്മാസ്ത്രത്തിന്റെ ഏറ്റവും ഉയർന്ന രൂപം ഈ ഒരൊറ്റ ചോദ്യമാണ്. മനസ്സിനെ അതിന്റെ ഉറവിടത്തിലേക്ക് തിരിക്കുന്ന ഒരു ചോദ്യം. എന്താണ് ആത്മാവ്? അല്ലെങ്കിൽ കുറച്ചുകൂടി വ്യക്തിപരമായി ചോദിച്ചാൽ, യഥാർത്ഥത്തിൽ ഞാൻ ആരാണ്? ഇതൊരു സാധാരണ ചോദ്യമല്ല. ഇതിന് ഉത്തരം കണ്ടെത്തലല്ല ലക്ഷ്യം. ഈ ചോദ്യം തന്നെ ഒരു ധ്യാനമാണ്. ഞാൻ ആരാണ് എന്ന് ആത്മാർത്ഥമായി ചോദിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ഒരു നിമിഷത്തേക്ക് നിന്നുപോകും. കാരണം മനസ്സിന്റെ കയ്യിൽ ഇതിനുത്തരമില്ല. മനസ്സ് പറയും, ഞാനൊരു ഡോക്ടറാണ്, ഞാൻ മലയാളിയാണ്. ഇതൊന്നും നമ്മൾ ആരാണ് എന്നതിന്റെ ഉത്തരമല്ല. ഇതൊക്കെ നമ്മുടെ റോളുകൾ മാത്രമാണ്. അപ്പോ ഈ ഒരു ചോദ്യം നമ്മുടെ മനസ്സിലുണ്ടാക്കി വെച്ചിട്ടുള്ള കഥകളെയൊക്കെ ഇല്ലാതാക്കുന്നു. അതോടെ മനസ്സ് നിശ്ചലമാവും. അപ്പോ ജ്ഞാനത്തിന്റെ ഈ ആയുധം പ്രയോഗിക്കുന്ന ഒരു ശക്തി നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മുടെ ഉള്ളിലെ ദിവ്യസേനയുടെ അധിവിയാണത്. നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും നിയന്ത്രിക്കുന്ന ആന്തരിക ശക്തി. അപ്പോ എന്താണ് ഈ കമാൻഡറുടെ ജോലി? നമ്മുടെ ഉള്ളിലെ ശത്രുക്കൾ, അതായത് ദേഷ്യം, പേടി, അസൂയ, ഇതിനെയൊക്കെ അത് വളർന്നു വരുന്നതിന് മുൻപ് തന്നെ മരവിപ്പിക്കുന്നു. നമ്മളെ ദേഷ്യത്തിൽ എന്തെങ്കിലും പറയാൻ പോകുമ്പോൾ ഒരു സെക്കൻഡ് നമ്മളെ പിടിച്ചു നിർത്തുന്ന ഒരു തോന്നലുണ്ടാവില്ലേ? അതാണ് ഈ ശക്തി. അതുപോലെ നമ്മുടെ മനസ്സിലെ തെറ്റായ ചിന്തകളെ, എന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്നൊക്കെ തോന്നുന്ന ചിന്തകളെ അവൾ തകർത്ത് കളയും. ദോഷകരമായ ചിന്താശീലങ്ങളെ നിർത്തി മനസ്സിന് പുതിയൊരു ദിശാബോധം നൽകുന്നു. ഈ ശക്തിയെ ഒന്നുകൂടി വ്യക്തമായി മനസ്സിലാക്കാൻ നമുക്ക് ചിന്നമസ്ത എന്ന മറ്റൊരു ദേവതയുമായി ഇതിനെ ഒന്ന് താരതമ്യം ചെയ്തു നോക്കാം. രണ്ടുപേരുടെയും ലക്ഷ്യം ഒന്നു തന്നെയാണ്, മാനസികമായ വ്യക്തത. പക്ഷെ വഴികൾ വേറെയാണ്. ബഗളാമുഖി കാര്യങ്ങളെ നിർത്തുന്നു. ചിന്നമസ്തയാവട്ടെ അതിനെ തുളച്ചു കാണുന്നു. ഒന്ന് തെറ്റായ നിർമ്മിതികളെ തകർക്കുമ്പോൾ മറ്റൊന്ന് മായയെ മുറിച്ചുമാറ്റുന്നു. ഒന്ന് പ്രവർത്തനത്തിന് പിന്നിലെ ആ നിശ്ചലമായ ബിന്ദുവാണെങ്കിൽ മറ്റൊന്ന് കാഴ്ചയുടെ ശുദ്ധമായ ഒഴുക്കാണ്. ഇതുവരെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെയെല്ലാം ആ വാക്കിന്റെ ശക്തി, ഞാൻ ആരാണ് എന്ന ചോദ്യം, ഇതിനെയെല്ലാം ഒരുമിപ്പിക്കുന്ന ഒരു വലിയ തത്വമുണ്ട്. അതാണ് മനസ്സിന്റെ ഒഴുക്കിനെ തിരിച്ചുവിടുക എന്നത്. അതായത് കീഴടങ്ങുന്നതിലൂടെ വിജയം കണ്ടെത്തുക. അവളുടെ ഏറ്റവും പ്രധാനപ്പെട്ട തത്വം ഇതാണ്: വിപരീതങ്ങളുടെ പരിവർത്തനം. അതായത് ഓരോ കാര്യത്തെയും ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ വിപരീതത്തെ കൂടി നമ്മൾ അറിയണം. വെളിച്ചത്തെ അറിയണമെങ്കിൽ ഇരുട്ടു വേണം. സംസാരത്തെ അറിയണമെങ്കിൽ നിശബ്ദത വേണം. ഇവിടെ നോക്കൂ, നമ്മളെ സംസാരം നിർത്തുമ്പോഴാണ് നിശബ്ദതയുടെ വിലയറിയുന്നത്. ഒരുപാട് അറിവുണ്ടെന്ന ഭാവം മാറ്റിവെച്ച് എനിക്കൊന്നും അറിയില്ല എന്ന് സമ്മതിക്കുമ്പോഴാണ് യഥാർത്ഥ ജ്ഞാനം തുടങ്ങുന്നത്. എപ്പോഴും ജയിക്കണമെന്ന വാശി ഉപേക്ഷിക്കുമ്പോഴാണ് തോൽവിയിലോ കീഴടങ്ങളിലോ ഒരു പുതിയ വിജയം നമ്മൾ കണ്ടെത്തുന്നത്. അതുപോലെ നമ്മുടെ ശക്തിയെക്കുറിച്ച് അഹങ്കരിക്കുന്നത് നിർത്തുമ്പോഴാണ്, ബലഹീനത അംഗീകരിക്കുമ്പോഴാണ് യഥാർത്ഥ ശക്തി നമ്മളിലേക്ക് വരുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ, നമ്മുടെയൊക്കെ ഉള്ളിലെ പ്രശ്നങ്ങളോട് നമ്മൾ എപ്പോഴും പോരാടിക്കൊണ്ടിരിക്കുകയാണല്ലേ? ആ ചിന്തകളെ അടിക്കാൻ നോക്കുന്നു, അതിൽ നിന്ന് ഓടിപ്പോകാൻ നോക്കുന്നു. പക്ഷേ ഇതിനൊക്കെയുള്ള പരിഹാരം കൂടുതൽ ശക്തമായി പോരാടുന്നതല്ല, മറിച്ച് ആ പോരാട്ടം തന്നെ അങ്ങ് നിർത്തിക്കളയുന്നതാണെങ്കിലോ? ആ ചിന്തകളെ, ആ വികാരങ്ങളെ വെറുതെ അവിടെ നിൽക്കാൻ അനുവദിച്ചാൽ എന്ത് സംഭവിക്കും? ഒരുപക്ഷേ യഥാർത്ഥ ശക്തി കൂടുതൽ പരിശ്രമിക്കുന്നതിലല്ല, മറിച്ച് ആഴത്തിലുള്ള ഒരു നിശ്ചലതയിലായിരിക്കാം. അപ്പൊ ഈ പറഞ്ഞതൊക്കെ, ബഗളാമുഖിയുടെ ഈ ശക്തി നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പ്രയോജനപ്പെടുത്താം? എങ്ങനെ നമുക്ക് ശാന്തനായ ഒരു നിരീക്ഷകനാകാം? അതാണ് ഈ യാത്രയുടെ അവസാന ഭാഗം. ഇതാണ് അതിന്റെ വഴി. വളരെ ലളിതമാണ്. നമ്മൾ എന്തിലെങ്കിലും മുഴുകിയിരിക്കുമ്പോൾ, ദേഷ്യം വരുമ്പോൾ, സങ്കടം വരുമ്പോൾ, അല്ലെങ്കിൽ ഒരുപാട് തിരക്കിലായിരിക്കുമ്പോൾ ഒരു നിമിഷത്തേക്ക് എല്ലാം അങ്ങ് നിർത്താം. ശാരീരികമായി മാത്രമല്ല, മാനസികമായും. എന്നിട്ടൊരു സാക്ഷിയെപ്പോലെ സ്വന്തം ഉള്ളിലേക്ക് നോക്കുക. എന്താണിപ്പോ എന്റെ മനസ്സിൽ നടക്കുന്നത്? ഈ ഒരൊറ്റ നിർത്തൽ മതി ആ ചിന്തകളിൽ നിന്നും വികാരങ്ങളിൽ നിന്നും നമുക്കൊരു മോചനം കിട്ടാൻ. ആ അകലമാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. ഓർക്കുക, ജീവിതത്തിലെ വലിയ യുദ്ധങ്ങൾ ജയിക്കുന്നത് കൂടുതൽ ശക്തി ഉപയോഗിച്ചല്ല, മറിച്ച് ആഴത്തിലുള്ള, ഒട്ടും ഇളക്കമില്ലാത്ത ഒരു നിശ്ചലത കൊണ്ടാണ്. നമ്മൾ ആദ്യം സംസാരിച്ച ആ പൂർണ്ണമായ നിശബ്ദതയുടെ നിമിഷം ഓർമ്മയില്ലേ? ആ ശക്തി പുറത്തുനിന്നും വരേണ്ട ഒന്നല്ല, അതെപ്പോഴും നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. ആ നിശ്ചലതയിലേക്ക്, ആ ശാന്തതയിലേക്ക് ഈ നിമിഷം തന്നെ നിങ്ങൾക്കൊന്ന് കടന്നു ചെല്ലാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തു മാറ്റമായിരിക്കും സംഭവിക്കുക?